ഹായ്, ഇന്ന് നമുക്കൊരു മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ഇന്നിവിടെ മേടിച്ചിരിക്കുന്ന അയലയാണ്. അപ്പം ഇത് വെച്ച് നമുക്കൊരു കോട്ടയം സ്റ്റൈൽ മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് കൊടംപുളി എടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി കൊടംപുളി എടുക്കാം. അപ്പം നമുക്ക് ചട്ടി ചൂടാക്കി കടുകും ഉലുവയും ആദ്യം പൊട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം ഇത് രണ്ടും മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാവേ. ചെറിയ ഉള്ളി കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ നല്ല നാടൻ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ്. അപ്പം ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ കൊടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വെള്ളം നമുക്ക് കൊടംപുളിയോട് കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണേ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നന്നായിട്ട് ഈ പുളിയും ഉപ്പും ഒക്കെ പിടിച്ച് മീനൊന്ന് വേവട്ടെ. ചാറൊന്ന് കുറുകി വരണേ. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ ചാറൊക്കെ കുറുകി വന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.